വെൽക്കം ടു ജസീസ് കിച്ചൺ. ഇന്ന് ഇഫ്താറിനൊക്കെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന, വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കുമായിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഇറച്ചിപ്പത്തിരിയാണ്. ചട്ടിപ്പത്തിരി പോലുള്ള ഒരു ഇറച്ചിപ്പത്തിരിയാണ്. ഈ സ്നാക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാനും കഴിയും, അതേപോലെ തന്നെ കഴിക്കാനും നല്ല രുചിയാണ്. അപ്പോൾ എങ്ങനെ നമുക്ക് തയ്യാറാക്കുന്നത് നോക്കാം. നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ സ്നാക്ക് തയ്യാറാക്കാൻ വേണ്ടി ഈ പാനിലേക്ക് ഒരു 7 സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഉള്ളി വഴറ്റിയെടുക്കണം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ചേർത്ത് കൊടുക്കാം. പച്ചമുളകും ചേർത്ത് വഴറ്റി കൊടുക്കാം. അപ്പോൾ അങ്ങനെ വഴറ്റിയെടുത്തതാണ്. ഇനി ഇതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കണം. 1 സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഉപ്പ്, കുരുമുളക്, മഞ്ഞൾപ്പൊടി ചേർത്ത് വേവിച്ച് വെച്ച ബീഫാണ്, അതും കൂടിയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1/2 സ്പൂൺ കുരുമുളക് പൊടിയും 1/2 സ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പം നമ്മുടെ കായം ഒരുവിധം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മുടെ മസാല തയ്യാറായിട്ടുണ്ട്. ഇനി ഇതിന് വേണ്ടിയിട്ട് ദോശ തയ്യാറാക്കി എടുക്കണം. അതിനുവേണ്ടി ഒരു മിക്സിയുടെ ജാറിലേക്ക് 1/4 കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു കോഴിമുട്ടയും പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സിയിൽ ഒന്ന് അടിച്ചെടുക്കാം. ഈ ഒരു രീതിയിൽ ദോശമാവ് തയ്യാറാക്കിയെടുക്കാം. ഇനി നമുക്ക് ദോശ ചുട്ടെടുക്കണം. പാൻ നന്നായി ചൂടായി വരുമ്പോൾ ഒരു കയ്യിൽ ദോശമാവ് ഒഴിച്ച് കൊടുത്ത് നന്നായി പരത്തിയെടുക്കാം. ദോശ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് കട്ടിയായി പോകാൻ പാടില്ല. നമ്മൾ പെട്ടെന്ന് തന്നെ പരത്തിയെടുക്കാൻ ശ്രമിക്കുക. ഈ ദോശ ഒന്ന് 2 സെക്കൻഡ് ഒന്ന് മറിച്ചിട്ടെടുക്കാം. ഇതേപോലെ ബാക്കിയുള്ള ദോശകളൊക്കെ ചുട്ടെടുക്കണം. ഇപ്പോൾ എല്ലാ ദോശയും ചുട്ടെടുത്തിട്ടുണ്ട്. ഇതൊരു 10 ദോശയുണ്ട്. ഇനി നമുക്ക് ഇറച്ചിപ്പത്തിരി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 5 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് അല്പം ഉപ്പും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ചട്ടിപ്പത്തിരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ച ദോശ കോഴിമുട്ടയുടെ ഇതിൽ മുക്കിയതിന് ശേഷം പാനിലേക്ക് ഇതേപോലെ വെച്ച് കൊടുക്കാം. പിന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മസാല ഇതിന് മുകളിലേക്ക് വെച്ച് കൊടുക്കാം.
ഇനി അടുത്ത ദോശയും ഇതേപോലെ കോഴിമുട്ടയിൽ മുക്കി ഇങ്ങനെ വെച്ച് കൊടുക്കാം. എന്നിട്ട് മസാല വെച്ച് കൊടുക്കാം. ഇതേപോലെ ബാക്കിയുള്ളതെല്ലാം ചെയ്തെടുക്കാം. മസാലക്കനുസരിച്ച് ലെയറുകൾ തയ്യാറാക്കാം. ലാസ്റ്റ് ബാക്കി വന്ന മുട്ടക്കൂട്ട് ഇതിന്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് 15 മിനിറ്റ് വേവിച്ചെടുക്കണം. മീഡിയം ഫ്ലെയിമിലിട്ട് 15 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. പതിനഞ്ച് മിനിറ്റിന് ശേഷം ഒരു ഭാഗം വെന്തിട്ടുണ്ടാകും. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് ഒരു 5 മിനിറ്റ് വേവിച്ചെടുക്കണം. അപ്പം അതിനു വേണ്ടി ഒരു പാനിൽ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഒരു 5 മിനിറ്റ് മറിച്ചിട്ട് വേവിച്ചെടുക്കാം. വളരെ സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഇറച്ചിപ്പത്തിരിയാണ്. ഇപ്പോൾ കഴിക്കാനും നല്ല ടേസ്റ്റാണ്, ഉണ്ടാക്കിയെടുക്കാനും വളരെ എളുപ്പമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനിയും പുതിയ പുതിയ റെസിപ്പികളുമായി വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. കഴിഞ്ഞ വർഷം 30 ഇഫ്താർ റെസിപ്പികൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ ഒന്നും കാണാത്തവരുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്.